തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുട്ടടയിൽ ഇത്തവണ LDF-ന് മുട്ടിടിക്കുമെന്ന് പറഞ്ഞവരോട് വോട്ടെണ്ണൽ ദിവസം കാണാമെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ മറുപടി. രാവിലെ മുതൽ പ്രചാരണത്തിൽ സജീവമാണ് LDF സ്ഥാനാർത്ഥി അംശു വാമദേവൻ. സുനിഷ അയലൂരിന്റെ റിപ്പോർട്ട്. മുട്ടട വാർഡിൽ LDF സ്ഥാനാർത്ഥി ഇതാ നല്ല തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് പ്രചരണം? വളരെ വളരെ നന്നായി പോകുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. മുട്ടട വാർഡ് വലിയ ചർച്ചയായൊരു സെലിബ്രിറ്റി വാർഡായതാണ്. വലിയ വിവാദങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ അത്തരം വിവാദങ്ങൾ അത് UDF-ന് കുറച്ചൊരു ഗുണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ LDF-ന് ചെറിയൊരു കോട്ടം തട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉറപ്പായിട്ടുമില്ല. യഥാർത്ഥത്തിൽ മുട്ടട വാർഡ് ഒരു സ്റ്റാർ വാർഡ് ആകേണ്ടതാണ്. പക്ഷെ അത് ഇതുവരെ ആരും പറഞ്ഞില്ല. 2000 മുതൽ 2025 വരെ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മുട്ടട വാർഡിനെ സ്റ്റാർ ആകുന്നത്. 2000-ൽ കൂട്ടിച്ചേർക്കപ്പെട്ട വാർഡാണ് മുട്ടട. ആ 2000-ൽ ആദ്യ ജനപ്രതിനിധിയായിരുന്ന ശ്രീ വിനോദ് കുമാർ മാലി മുതൽ പിന്നെ നഗരത്തിന്റെ മേയറായ അഡ്വക്കേറ്റ് K. ചന്ദ്രിക, പിന്നീട് ശ്രീമതി R. ഗീതാ ഗോപാൽ, പിന്നെ നമ്മളെല്ലാം പിരിഞ്ഞ പ്രിയങ്കരനായിട്ടുള്ള TP റിനോയ്, പിന്നെ അതിനുശേഷം വന്ന അജിത് രവീന്ദ്രൻ, ഇവര് നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ നടന്നു പോകുന്ന വഴികൾ, കയറുന്ന ഇടവഴികൾ, ഇവിടെയെല്ലാം കത്തുന്ന തെരുവ് വിളക്കുകൾ, ഇതെല്ലാമാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാർ വാർഡാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഇത്തവണ എത്രത്തോളമാണ്? വലിയ പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം എന്നുള്ളതാണ്. എത്രത്തോളം അത് അതിന്റെ ഏറ്റവും മാനം മുട്ടയെ ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണുള്ളത്. മുട്ടടയിലെ വികസന പ്രവർത്തനത്തോടൊപ്പം തന്നെ UDF-ന്റെ എത്രയോ കാലത്തെ കോട്ടയായിരുന്ന കേശവാസപുരത്ത് ഒരു വമ്പിച്ച വിജയം അവിടുത്തെ ജനങ്ങൾ എനിക്ക് നൽകിയതാണ്. അതിന് ഞാൻ അവരോട് ആ പ്രതിബദ്ധതയോടുകൂടി തന്നെ അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുമ്പിലുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. UDF ക്യാമ്പ് പറയുന്നത് അവർക്ക് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയത് വലിയ രീതിയിൽ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊന്നുമില്ല. അത്തരം വിവാദങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങളെ ബാധിച്ചിട്ടില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആരെയും ബാധിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ചെല്ലുന്ന വീടുകളിലെല്ലാം കിട്ടുന്നത് അത്തരത്തിലുള്ള റെസ്പോൺസ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ മുട്ടടയുടെ വികസന പ്രവർത്തനങ്ങൾ പറയുന്നതിന് പകരം ചില വിവാദങ്ങൾ വന്നപ്പോൾ മുട്ടട വാർഡ് സ്റ്റാറായി പോയി എന്നുള്ളത്. മുൻ കൌൺസിലർമാരാണ് കൂടെ ഈ വോട്ട് പിടുത്തത്തിനുള്ളത്. അല്ല, സാധാരണഗതിയിൽ നമ്മൾ എത്ര നന്നായി പ്രവർത്തിക്കുന്ന കൌൺസിലർ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതി നമ്മൾ ചെല്ലുന്ന വീടുകളുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 കൌൺസിലർമാരെയും കൊണ്ടാണ് ഞാൻ എല്ലാ വീടുകളിലും കയറുന്നത്. അതൊരു ധൈര്യമാണെന്ന് മാത്രമല്ല, അതൊരു അമിതമായിട്ടുള്ള നമുക്കൊരു വലിയൊരു ഒരു ആത്മവിശ്വാസം കൂടി തരുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോൾ സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ സ്വീകാര്യത മുൻ കൌൺസിലർമാർക്ക് ലഭിക്കുന്നത് അപൂർവമായ കാഴ്ചയാണ്. അത് മുട്ടടയിലുണ്ട്. എല്ലാവരും അവരെ പോലെ ഉണ്ടാവുമല്ലോ, ഞങ്ങൾ വിളിച്ചാൽ അവര് ഓടി എത്താറുണ്ട്, അതുപോലെ ഈ സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ എന്ന് ആണ് അവർ ചോദിക്കുന്നത്. പ്രവർത്തനത്തിന്റെ കൂടി പ്രതിഫലമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അത് 100%. ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ആദ്യത്തെ കൌൺസിലർ വിനോദ് കുമാർ മാലി മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവരെല്ലാവരും ചെയ്തു വെച്ച ഒരു പ്രവർത്തനം അതൊരു മാതൃകയാണ്. ആ മാതൃകാ വികസനം തന്നെയാണ് തുടരും എന്ന് ഞാനും ജനങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തിലാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുട്ടടയിലെ LDF സ്ഥാനാർത്ഥി വീട് കയറിയൊക്കെയുള്ള പ്രചരണം ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ ആ വാർഡുകളിലെ ഓരോ വീടുകളിലും എത്തേണ്ടതുണ്ട്. അതിന്റെ തിരക്കിലാണ്. ഏതായാലും ആ ശക്തമായ സജീവമായ പ്രചരണം തന്നെയാണ് മുട്ടട വാർഡിൽ നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയലൂർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. അപ്പോൾ 2 സ്ഥാനാർത്ഥികളും കട്ടയ്ക്ക് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും മുട്ടടയിൽ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ 2 പേർക്കും, വൈഷ്ണ സുരേഷിനും അംശു വാമദേവനും, അവിടുത്തെ 3ാമത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് എനിക്ക് പേരറിയില്ല. അപ്പോൾ അവിടെ മത്സരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇനി ആർക്കെങ്കിലും ആശംസ കുറഞ്ഞു പോയെന്ന് വേണ്ട.